പൂർണ്ണമായും ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ച് കാസർഗോഡ് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം. കേരളത്തിന്റെ തനതായ ചുണ്ടൻ വള്ളവും വിശ്രമിക്കാനും സെൽഫി എടുക്കാനുമൊക്കെയായി മെടഞ്ഞോലയും പുല്ലും ഉപയോഗിച്ച് ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റി നിർമ്മിച്ച തണലിടവും ആളുകളുടെ ശ്രദ്ധ ആകർഷിക്കുന്നതാണ്. കലോത്സവങ്ങളൊക്കെയും ഗ്രീൻ പ്രോട്ടോകോൾ പ്രകാരം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നതെങ്കിലും ഈ കാസർഗോഡ് റവന്യൂ ജില്ലാ കലോത്സവം ഇവിടെ ഉദനൂർ സ്കൂളിൽ നടക്കുമ്പോൾ 100% ഗ്രീൻ പ്രോട്ടോകോളോട് നീതി പുലർത്തിയ ഒരു കലോത്സവം എന്ന് തന്നെ പറയേണ്ടി വരും. ഇവിടെ സ്കൂളിന് തൊട്ടുമുന്നിൽ, അതായത് മെയിൻ വേദിക്ക് തൊട്ടരികിൽ ഇവിടെ ഈ ഓല മടഞ്ഞുകൊണ്ട് കേരളത്തിന്റെ തനതായ ഒരു ചുണ്ടൻ വള്ളം മുതൽ അങ്ങോട്ടേക്ക് വെറുതെ ഇരിക്കാൻ വേണ്ടി, ആളുകൾക്ക് തണലത്ത് ഇരിക്കാൻ വേണ്ടിയുള്ള ഒരു ഇരിപ്പിടമടക്കമുള്ള ഭംഗിയുള്ള ഒരു സ്ഥലം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ കലോത്സവ വേദിയിൽ എത്തുന്ന മുഴുവൻ പേരുടെയും ഒരു ശ്രദ്ധ കവരുന്ന ഇടമായിട്ടാണ് ഇപ്പോൾ ഇത് മാറിയിട്ടുള്ളത്. ഓലമടഞ്ഞുകൊണ്ട് നമ്മൾ നേരത്തെ തന്നെ കലോത്സവ നഗരിയിൽ നടക്കുമ്പോൾ SPCയുടെയും അതുപോലെ NSSന്റെയും ഒക്കെ കടകൾ കണ്ടിരുന്നു. ചായക്കടകളൊക്കെ ഒരു 80s 90s ഒക്കെ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടുമറന്ന ഓല മെടഞ്ഞ ചായക്കടകളുമൊക്കെ അത്തരത്തിലൊരു പഴമയുടെ ഭംഗി അങ്ങനെ തന്നെ വിളിച്ചോതുന്ന കലോത്സവമായി ഇത് മാറുന്നുണ്ട്. ഗ്രീൻ പ്രോട്ടോകോൾ കൃത്യമായി ഇവിടെ പാലിക്കപ്പെടുന്നു. ഈ ഒരു ഇരിപ്പിടം തന്നെ ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. ആളുകൾ ഇവിടെ എത്തുകയും സെൽഫി എടുക്കുകയും ഉച്ചനേരങ്ങളിലൊക്കെ ആ വെയിലിലൊക്കെ നടന്ന് ക്ഷീണിക്കുന്നവർ ഇവിടെ വന്ന് ഇരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഏറ്റവും ഭംഗിയുള്ള കാഴ്ച തന്നെ ഈ കലോത്സവ നഗരി പകരുന്നുണ്ട്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഗ്രീൻ പ്രോട്ടോകോളിന്റെ മുഴുവൻ കമ്മിറ്റിയിലെ ആളുകളെയും നമുക്ക് അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി കലോത്സവ നഗരിയിൽ നിന്നും ക്യാമറമാൻ സുമേഷിനൊപ്പം KN വർഷ.